നമസ്കാരം, ഗോവൻ ന്യൂസിലേക്ക് സ്വാഗതം. കലങ്കുത്ത് ബീച്ചിൽ ഈദ് വാരാന്ത്യത്തിൽ ഫൈബർ ഗ്ലാസ് ബോട്ടിന്റെ ഔട്ട്ബോർഡ് മോട്ടറിൽ ഷോർട്സ് കുടുങ്ങി മഹാരാഷ്ട്രയിൽ നിന്നുള്ള 38 വയസ്സുള്ള വിനോദസഞ്ചാരിക്ക് പരിക്ക്. ലൈഫ് സേവർ വിനോദ് ഗവാങ്കർ പ്രഥമ ശുശ്രൂഷ നൽകി. ഗോവയിലെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാർച്ച് 31 കാണാതായ എക്സ് സർവീസുകാരനായ ബാബു ടിയെ അടുത്ത ദിവസം ഏപ്രിൽ 1 അതേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തി. ഓർമ്മക്കുറവുള്ള ബാബു നാട്ടിലേക്ക് മടങ്ങാനെത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്നവർ ഫ്രഷ് ആവാൻ പോയ സമയത്ത് കാണാതാവുകയായിരുന്നു. സ്റ്റേഷൻ പരിസരത്ത് അന്വേഷിച്ചിട്ടും കണ്ടുകിട്ടാഞ്ഞതുമൂലം റെയിൽവേ പോലീസിൽ പരാതി നൽകിയിരുന്നു. കൊല്ലം വെള്ളിമൺ സ്വദേശിയായ ബാബുവിൻ്റെ ബന്ധു മിനി സാംഗ്ലിമിൽ സ്ഥിര താമസക്കാരാണ്. ബാബുവിൻ്റെ കൂടെ ഗോവയിൽ എത്തിയവരിൽ ചിലർ ഗോവയിൽ തങ്ങുകയും തിരച്ചിൽ നടത്തുകയും ചെയ്തു. എന്നാൽ ബാബു തന്നെ അടുത്ത ദിവസം രാവിലെ സോപ്പ് വാങ്ങാൻ ഒരു കടയിലെത്തിയപ്പോഴാണ് കടക്കാരൻ തിരിച്ചറിഞ്ഞത്. ഗോവയിലെ മലയാളി സംഘടനകളോടും ഗ്രൂപ്പുകളോടും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മെസ്സേജ് വാട്സാപ്പിൽ പ്രചരിച്ചിരുന്നു. കാണാതായ വ്യക്തിയെ കണ്ടെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് മിനിയും ബാബുവിൻ്റെ ബന്ധുക്കളും. മപ്സ കൗൺസിൽ മാലിന്യപ്രശ്നം പരിഹരിക്കാൻ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് രീതി സ്വീകരിക്കുന്നു. ക്യാരറ്റ് എന്നത് പ്രോത്സാഹനവും സ്റ്റിക്ക് എന്നത് ശിക്ഷയുമാണ്. മാലിന്യം കുറയ്ക്കുന്നവർക്ക് പ്രതിഫലവും നിയമം ലംഘിക്കുന്നവർക്ക് പിഴയും നൽകും. ഈ രീതി മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗോവയിലെ ഹൈക്കോടതി ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാർ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിനെതിരായി നൽകിയ ഹർജി തീർപ്പാക്കി. വൈദ്യുതി വകുപ്പ് കേബിളുകൾ മുറിച്ചതിനെതിരെയാണ് അവർ അപേക്ഷ നൽകിയത്. ഗോവയിലെ 7 താലൂക്കുകളിൽ ഫൈബർ നെറ്റ്വർക്കുകൾ വിന്യസിക്കാനുള്ള അനുമതി തേടി 2023 നവംബറിൽ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിന് അപേക്ഷ നൽകിയിരുന്നുവെന്നും യാതൊരു മറുപടിയും ഇതുവരെ ലഭിച്ചില്ല എന്നും ഇന്റർനെറ്റ് പ്രൊവൈഡർമാർ പറഞ്ഞു. 2025 ജനുവരിയിൽ നിലവിൽ വന്ന നാഷണൽ റൈറ്റ് ഓഫ് വേ പോളിസി പ്രകാരം ഇലക്ട്രിക് പോസ്റ്റ് വഴി കേബിൾ വലിക്കാനുള്ള അനുമതിയും അവർ നോക്കുന്നുണ്ട്. ഇരുപക്ഷക്കാരും ഇതിന് ഒരു പ്രതിവിധി കണ്ടെത്തുന്നതുവരെ പൊതുജനം ബുദ്ധിമുട്ടും. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ദിനമായ ചൊവ്വാഴ്ച മഡ്ഗാവ് മുനിസിപ്പൽ നികുതി പിരിവ് കൗണ്ടർ അടച്ചതിനെ തുടർന്ന് നികുതിദായകർക്ക് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. 2024-25 സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് കാരണം മാർച്ച് 28 മുതൽ ഏപ്രിൽ 1 വരെ കളക്ഷൻ കൗണ്ടറുകളും രസീതുകളും പേയ്മെന്റ് ഇടപാടുകളുടെയും പ്രവർത്തനങ്ങൾ അടച്ചിടുമെന്ന് നികുതി പിരിവ് കൗണ്ടറിൽ ചീഫ് ഓഫീസർ മെൽവിൻ വാസ് സ്ഥാപിച്ച നോട്ടീസിൽ പറയുന്നു. സിസ്റ്റത്തിലെ പുതിയ നിരക്കുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ജീവനക്കാർ ഓവർടൈം ജോലി ചെയ്യുകയാണ്. വിലയേറിയ മാങ്കുറത്ത് മാമ്പഴത്തിന്റെ വില വിപണിയിൽ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചെറുതും ഇടത്തരവുമായ മാമ്പഴങ്ങൾക്ക് ഡസനിന് 1500 രൂപ മുതൽ 2000 രൂപ വരെയാണ് വില. മാർച്ച് ആദ്യം 5500 രൂപ മുതൽ 6000 രൂപ വരെ മാമ്പഴത്തിന് വിലയുണ്ടായിരുന്നു. ഏപ്രിൽ പകുതിയോടെ വിളവെടുപ്പിന്റെ ഒരു ഭാഗം നടക്കുന്നതിനാൽ മാമ്പഴത്തിന്റെ വില കുറയാൻ തുടങ്ങും. മെയ് പകുതിയോടെ സീസൺ കുറയാൻ തുടങ്ങും. മുംബൈയിൽ നിന്നുള്ള 22 വയസ്സുകാരിയായ യുവതിയെ ഇലക്ട്രോണിക് സിഗരറ്റുമായി വിമാനത്തിൽ കയറാൻ ശ്രമിച്ചതിന് കേസെടുത്തു. പോലീസ് പറയുന്ന അനുസരിച്ച് സോനം മേത്ര മോപ്പ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കവെയാണ് ഈ സിഗരറ്റ് കണ്ടെത്തിയത്. പരിശോധനയിൽ 10,000 രൂപ വില വരുന്ന ഈ സിഗരറ്റാണ് പിടിച്ചതെന്ന് ഹെറാൾഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിക്ക് നോട്ടീസ് നൽകി ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. മോപ്പ എയർപോർട്ട് പോലീസ് സ്റ്റേഷനിലെ PSI സാഗർ വസർക്കർ കേസ് അന്വേഷിക്കുന്നു. ഇന്ത്യയിൽ ഇ സിഗരറ്റ് വിൽക്കുന്നതും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും കൈവശം വയ്ക്കുന്നതും കുറ്റകരമാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.